ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ ദർശനമാല എന്ന കൃതിയിലെ അപവാദ ദർശനത്തിലെ 6ാമത് ശ്ലോകത്തിന്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഏകസ്യൈവാസ്തി സത്താ ചേത് അന്യസ്യാസൗ ക്വാ വിദ്യതേ സത്യസ്ത്യാത്മാശ്രയോ യദ്യപ്യസതി സ്യാദസംഭവഃ. ഏകസ്യൈവാസ്തി സത്താ ചേത് അന്യസ്യാസൗ ക്വാ വിദ്യതേ സത്യസ്ത്യാത്മാശ്രയോ യദ്യപ്യസതി സ്യാദസംഭവഃ. ഇതാണ് ശ്ലോകം. ഏകസ്യ ഏവ സത്താ അസ്തി അന്യസ്യ അസൗ ക്വാ വിദ്യതേ സതി അസ്തി ചേത് അസ്യ ആത്മാശ്രയ ഭവതി അസതി യദി അസംഭവ അപി സ്യാത്. ഇത്തരത്തിലാണ് ശ്ലോകത്തെ അന്വയിച്ച് പദച്ഛേദം ചെയ്ത് മനസ്സിലാക്കേണ്ടത്. ഏകസ്യ ഏവ ഒന്നിനു മാത്രം സത്ത അസ്തി സത്തയുണ്ട്. അന്യസ്യ മറ്റതിന് അസൗ ഇത് ഈ സത്ത ക്വാ വിദ്യതേ എവിടെയാണ് ഇരിക്കുന്നതായി പറയുക? അല്ലെ, അത് എവിടെ ഇരിക്കുന്നു എന്ന് എങ്ങനെയാണ് പറയുക? സതി അസ്തി ചേത് സത്തിൽ സത്തയുണ്ട് എന്ന് പറഞ്ഞാൽ ആത്മാശ്രയ അസ്തി അവിടെ ആത്മാശ്രയദോഷം സംഭവിക്കും. ഇനി അസതി യതി അസത്തിൽ സത്തുണ്ട് എന്ന് പറഞ്ഞാൽ അസംഭവ അപി സ്യാദ് അസംഭവദോഷവും സംഭവിക്കുന്നു. ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം. ഒന്നിനു മാത്രമേ, അതായത് കാരണമായ ബ്രഹ്മത്തിനു മാത്രമേ സത്തയുള്ളൂ. മറ്റേതിന്, കാര്യമായ പ്രപഞ്ചത്തിന് ഈ സത്ത എവിടെയാണിരിക്കുന്നത് എന്ന് വ്യക്തമായി പറയാൻ സാധ്യമല്ലല്ലോ. സത്തിൽ സത്തയുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അവിടെ ആത്മാശ്രയദോഷവും, അസത്തിൽ സത്തയുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അവിടെ അസംഭവദോഷവും സംഭവിക്കും. ചിന്തോദ്ദീപകമായൊരു താത്വിക രഹസ്യമാണ് ഗുരു ഈ ശ്ലോകത്തിലൂടെ വെളിപ്പെടുത്തി തരുന്നത്. ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്ന ബോധം ഉറച്ചു കിട്ടിയാലും അസത്തായ പ്രപഞ്ചം എങ്ങനെയാണ് അനുഭവപ്പെടുന്നത് എന്ന സംശയം വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. സത്തായ ബ്രഹ്മത്തിൽ അസത്തായ പ്രപഞ്ചത്തിന്റെ സത്ത കൂടി ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ആത്മാശ്രയദോഷം സംഭവിക്കും എന്നും, അസത്തായ പ്രപഞ്ചത്തിൽ ബ്രഹ്മസത്ത അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ അസംഭവദോഷം സംഭവിക്കും എന്നാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. ഗന്ധർവ നഗരം, വന്ധ്യാപുത്രൻ, മുയൽക്കൊമ്പ് തുടങ്ങിയ പ്രയോഗങ്ങൾ അസംഭവദോഷത്തെ ദ്യോതിപ്പിക്കുന്നവയാണ്. അതായത് ഇതൊന്നും ഒരിക്കലും സംഭവിക്കുന്നില്ല. മുയലിന് കൊമ്പുണ്ടാവും, മുയൽക്കൊമ്പ് എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ അവിടെ മുയലിന്റെ കൊമ്പ് എന്ന് പറയുമ്പോൾ ഇല്ലാത്ത കൊമ്പാണ് അവിടെ നമ്മൾ വേറെ ഏതെങ്കിലും തരത്തിൽ ആരോപിക്കുന്നത്. വാസ്തവത്തിൽ മുയൽക്കൊമ്പ് എന്ന് പറയുന്ന ഒന്നില്ല. അതുപോലെയാണ് വന്ധ്യാപുത്രൻ. വന്ധ്യ എന്ന് പറഞ്ഞാൽ പുത്രോത്പാദനം നടത്താൻ ശേഷിയില്ലാത്ത സ്ത്രീയെയാണ് വന്ധ്യ എന്ന് പറയുക. അപ്പോൾ വന്ധ്യയുടെ പുത്രൻ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഇല്ലാത്ത ഒന്നാണ്.
അതുപോലെ തന്നെയാണ് ഗന്ധർവ നഗരം. ഗന്ധർവ നഗരം എന്താണെന്ന് നമ്മളെ മറ്റു ക്ലാസ്സുകളിൽ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. കൊടും വേനൽക്കാലത്ത് ചതുപ്പ് നിലങ്ങളിൽ നിന്നും ഉയർന്നു വരുന്ന ഒരുതരം വാതകങ്ങൾ അത് അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന് പൊങ്ങുമ്പോൾ വർണ്ണരാജികൾ ഉണ്ടാവുകയും ആ വർണ്ണരാജികൾ പല കാഴ്ചകൾ അന്തരീക്ഷത്തിലുണ്ടാക്കുകയും ചെയ്യും. അത് പല പല ദൃശ്യങ്ങൾ അവിടെ നമുക്ക് കാണാം. പക്ഷെ അത് താൽക്കാലികമായിരിക്കും. അല്പം ഈ വേനൽക്കാലത്തെ മഴ പെയ്തു കഴിയുമ്പോൾ അവിടെ മഴവില്ല് കാണുന്നത് പോലെയാണ്. വർണ്ണരാജികളുടെ ഒരു സൃഷ്ടിയാണത്. അത് താൽക്കാലികമായി ഉണ്ടാകും, ഉടൻ തന്നെ മറഞ്ഞു പോകും. അപ്പം അതുകൊണ്ട് ഈ ഗന്ധർവ നഗരം എന്ന് ഒരു പ്രയോഗം നടക്കുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ അങ്ങനെ ഒരു നഗരമില്ല, ഇല്ലാത്ത ഒന്നിനെയാണ്. പക്ഷേ ഒരു പ്രതീതി ഉണ്ടാകുന്നുണ്ട് താനും. അതിൻ്റെ കാരണം അറിയാതെ നമ്മളതിനെ മനസ്സിലാക്കുമ്പോൾ അത് കുഴപ്പമാണ്. എന്നാൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാഴ്ച ഉണ്ടാകുന്നത് എന്നുള്ള വസ്തുത മനസ്സിലാക്കി കഴിയുമ്പോൾ അത് നമുക്ക് അവിടെ സംശയം ഇല്ലാതായിത്തീരും. അപ്പം അതുപോലെയാണ് ഇതുപോലെയുള്ള പല പ്രതീതികൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. അനേകം പ്രതീതികളുണ്ട്. ചിലപ്പോൾ ചില സമയത്തൊക്കെ രാത്രികാലങ്ങളിൽ ഈ തീ ഒരു പ്രദേശത്തു നിന്ന് മറ്റൊരു പന്തം പറന്നു പോകുന്നത് പോലെയൊക്കെ തോന്നും. അത് ഈ വനപ്രദേശങ്ങളിലൊക്കെ ഉള്ള ആളുകൾ അതൊക്കെ കണ്ട് മുൻകാലങ്ങളിൽ ഭയന്നിരുന്നു. അത് പിശാചബാധയാണെന്നൊക്കെയുള്ള രീതിയിൽ കഥകൾ പ്രചരിപ്പിച്ചിരുന്നു. സന്ധ്യ കഴിഞ്ഞാൽ ആളുകൾ പുറത്തിറങ്ങാതെ ഭയന്ന് കുടിലുകൾക്കുള്ളിൽ ഒളിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അപ്പം അത് ഈ പറഞ്ഞതുപോലെ ഗന്ധർവ നഗരം പോലെയുള്ള ഒരു നൈസർഗിക പ്രതീതിയാണ് ഈ തീ പന്തങ്ങൾ ഒരു പ്രദേശത്തു നിന്നും മറ്റൊരു പ്രദേശത്തേക്ക് രാത്രികാലങ്ങളിൽ പറന്നു പോകുന്നത് പോലെ തോന്നും. പിന്നെ അത് ഉൽക്കാപ്രവാഹങ്ങൾ, ഉൽക്കകൾ അങ്ങനെയാണല്ലോ. ഈ അന്തരീക്ഷത്തിൽ ധാരാളം ശൂന്യാകാശത്ത് ധാരാളം ഈ പ്രകാശ ഗോളങ്ങളുള്ളതിൽ, അത് ജ്യോതിർഗോളങ്ങളുള്ളതിൽ ചിലതൊക്കെ പൊട്ടിച്ചിതറാറുണ്ട്. അങ്ങനെ പൊട്ടിച്ചിതറുന്നതിനാണ് ഉൽക്കവീഴ്ചകളെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അതൊക്കെ കണ്ട ആളുകൾ ഭയന്നിരുന്ന ഒരു കാലമുണ്ട്. പക്ഷേ ഇപ്പോൾ അതൊന്നും ഭയകാരണങ്ങളല്ല. അപ്പോൾ ഇത്തരത്തിൽ നമ്മളില്ലാത്ത കാര്യങ്ങളെ ഉള്ളതാക്കി പറയുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെയെല്ലാം ഒരു അസംഭവദോഷം അസംഭവദോഷം എന്ന് പറയാൻ അങ്ങനെ ഒരിക്കലും സംഭവിക്കുന്നതല്ല എന്നുള്ള ഒരു ദോഷം അവിടെ സംഭവിക്കുന്നുണ്ട്. പിന്നെ മറ്റൊന്ന് പറയുന്നത് ആത്മാശ്രയദോഷമാണ്. ആത്മാശ്രയദോഷം എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ തലയിൽ കയറി നിൽക്കുന്നു എന്നൊരാൾ പറഞ്ഞാൽ അതൊരിക്കലും നടക്കാത്ത കാര്യമാണ്. കാരണം ഒരാൾക്ക് അവൻ്റെ തന്നെ തലയിൽ കയറി നിൽക്കാൻ സാധ്യമല്ല. അപ്പോൾ ഇതേപോലുള്ള കാര്യങ്ങളുണ്ട് ആത്മാശ്രയദോഷം. അപ്പോൾ അതുകൊണ്ട് സത്തിൽ സത്തുണ്ട് എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. കാരണം അവിടെ ആത്മാശ്രയദോഷം സംഭവിക്കും. ഇനി അസത്തിൽ സത്തുണ്ട് എന്ന് പറഞ്ഞാൽ ഈ അസത്ത് എന്ന് പറഞ്ഞാൽ അതിൽ സത്തിൻ്റെ അംശം കൂടി ഉള്ളതാണ് എന്ന് പറഞ്ഞാൽ അവിടെ അസംഭവദോഷവും സംഭവിക്കും. അപ്പോൾ ഇവിടെ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ സത്തിൽ ആരോപിതമായ അസത്തിനെ അപവാദത്തിലൂടെ ദൂരീകരിച്ച് സത്യസാക്ഷാത്കാരം നേടുന്നതിനുള്ള മാർഗനിർദ്ദേശമാണ്, അല്ലെ മാർഗദർശനമാണ് ഈ ശ്ലോകത്തിലൂടെ നൽകിയിരിക്കുന്നത്. ഇതേ കാര്യം തന്നെ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ അദ്വൈത ദീപിക എന്ന് പറയുന്ന കൃതിയിലും പറഞ്ഞിട്ടുണ്ട്. അസ്ത്യസ്തി എന്ന് സകലോപരി നിൽപ്പതൊന്നേ സത്യം, സമസ്തവും അനിത്യം അസത്യമാകും, മൃത്തിൻ വികാരം അസത്യം ഇതിങ്കൽ ഒക്കെ വർത്തിപ്പതോർക്കിൽ ഒരു മൃത്തിതു സത്യമത്രയെന്ന്. അത് നമ്മൾ ഇതിനു മുമ്പ് പല ശ്ലോകങ്ങളുടെയും വ്യാഖ്യാനങ്ങളിൽ പഠിച്ചതാണ്. കുശവൻ മൺപാത്രമുണ്ടാക്കുന്നതിനെ പറ്റി. കുശവൻ മൺപാത്രങ്ങൾ വിവിധ ആകൃതിയിലും അതുപോലെ പല രൂപഭാവങ്ങളിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. കലം, കുടം, കപ്പ്, സോസർ, ഇങ്ങനെ ഏത് തരത്തിൽപ്പെട്ട പാത്രങ്ങൾ വേണമെങ്കിലും മണ്ണുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ കുശവന് സാധിക്കും. പക്ഷെ അങ്ങനെ വ്യത്യസ്തങ്ങളായ പാത്രങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിലെല്ലാം അടങ്ങിയിരിക്കുന്നത് ഒരേ മണ്ണ് തന്നെയാണ്.
കുഴച്ച് കുശവൻ ഭാവനയ്ക്കൊത്ത് പല പല പാത്രങ്ങളാക്കി മാറ്റുന്നത്. അങ്ങനെ സൃഷ്ടിച്ചെടുക്കുന്ന പാത്രങ്ങളെ വീണ്ടും തല്ലി ഉടച്ച് പൊടിച്ച് കുഴച്ച് ഉരുട്ടി പതപ്പിച്ച് അതിനെ ശരിയായ രീതിയിൽ പാകപ്പെടുത്തിയെടുത്താൽ വീണ്ടും അത് പഴയ രൂപത്തിൽ തന്നെ ആയിത്തീരും. അപ്പോൾ അതേ കളിമണ്ണ് ഉപയോഗിച്ച് വീണ്ടും കുശവന്റെ മനോഗതിക്കനുസരിച്ച് ഭാവനയ്ക്കൊത്ത് ഏത് പാത്രം വേണമെങ്കിലും പുനർനിർമ്മിക്കാം. അപ്പോൾ അവിടെ പാത്രങ്ങൾക്ക് വ്യത്യസ്തതയുണ്ടെങ്കിലും അതിലെല്ലാം അടങ്ങിയിരിക്കുന്ന ഏകമായ സത്താവിശേഷം എന്ന് പറയുന്നത് മണ്ണാണ്. എന്ന് പറയുന്നത് പോലെയാണ് ഈ പ്രപഞ്ചത്തിന്റെ കാര്യം. പ്രാപഞ്ചികമായ സർവ്വതിനെയും ഇടവിരിച്ച് പരിശോധിക്കുമ്പോൾ അതിനെല്ലാം പൊരുളായിരിക്കുന്നത്, കാരണമായിരിക്കുന്നത്, സത്താവിശേഷമായി കുടികൊള്ളുന്നത് ഒരേ ഒരു പൊരുൾ തന്നെയാകുന്നു. ആ പൊരുള് പരബ്രഹ്മം തന്നെയാകുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം വിജയിക്കട്ടെ.